വിയർപ്പ് ആറാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 30 വരെയും 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സമരിയാക്കാരിയുടെ വിശ്വാസം. ഒരു യഹൂദൻ തനിയെ ഒരു സ്ത്രീയോട്, അതും ഒരു സമരിയാക്കാരിയോട് സംസാരിക്കുക എന്നത് മതപരവും സാമൂഹികവുമായ പ്രശ്നമാണ്. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യർ അത്ഭുതപ്പെട്ടു. പക്ഷേ ഈ അപരാധത്തിലൂടെ പാപിനിയായ ഒരു സ്ത്രീയെ വീണ്ടെടുക്കുകയായിരുന്നു യേശു. അവളുടെ പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുന്നതിന്റെ പ്രതീകമായ കുടം അവൾ ഉപേക്ഷിച്ചു. തനിക്ക് ലഭിച്ച അനുഭവം മൂടിവെക്കാതെ കണ്ടുമുട്ടിയവരോടൊക്കെ വിളംബരം ചെയ്യുന്നു. വന്നു കാണാൻ ക്ഷണിക്കുന്നു. ഇവൻ തന്നെയാണ് വരാനിരിക്കുന്ന യേശു എന്ന് പറഞ്ഞ് അവനിലേക്ക് തന്റെ ഗ്രാമവാസികളെ ആനയിക്കുന്നു. അങ്ങനെ അവൾ യേശുവിന്റെ ആദ്യ പ്രേക്ഷിതയായി. അവൾ മൂലം അവനെ തേടി വന്നവർ അവനോടൊപ്പം തങ്ങുന്നു. അവന്റെ കൃപാവചസ്സുകൾ കേട്ട് അവർ അവനിൽ വിശ്വസിക്കുന്നു. യേശു ലോകരക്ഷകനാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു. രക്ഷ യഹൂദരിലൂടെയാണ് ആരംഭിച്ചതെങ്കിലും അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷ കരഗതമാകുന്ന രീതിയിൽ അവൻ നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. യേശുവിനെ അറിഞ്ഞവർ എത്തിച്ചേരേണ്ട ആത്മീയ അവസ്ഥയാണ് ഈ സമരിയ